സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് യുദ്ധം ഏകദേശം അവസാനിച്ച മട്ടാണ്. കഴിഞ്ഞ ദിവസം ചൈനയുമായി അദ്ദേഹം 2 ദിവസം നീണ്ട ചർച്ചയ്ക്കൊടുവിൽ അദ്ദേഹം ചർച്ച ചെയ്ത് അമേരിക്കൻ ഡിപ്ലോമാറ്റ്സും സാമ്പത്തിക വിദഗ്ധരുമാണ്. യൂറോപ്പിൽ വെച്ചാണ് ചർച്ച നടന്നത്. ചർച്ചയ്ക്ക് ശേഷം ഏതാണ്ട് ചൈനയ്ക്കെതിരെ അദ്ദേഹം ഏർപ്പെടുത്തിയ താരിഫുകൾ പൂർണ്ണമായി പിൻവലിച്ചതായി അറിയിപ്പുണ്ടായി. മറ്റിപ്പോൾ ലോകത്തിൽ അദ്ദേഹം ഏർപ്പെടുത്തിയ താരിഫുകളൊക്കെ, വലിയ കൊട്ടിഘോഷങ്ങളോടെ ഏർപ്പെടുത്തിയ താരിഫുകളൊക്കെ ഏതാണ്ട് പൂർണ്ണമായോ അല്ലെ ഭാഗികമായോ പിൻവലിച്ച അവസ്ഥയാണ് ലോകത്തെ എല്ലായിടത്തും കാണുന്നത്. പിന്നെ അദ്ദേഹം ഏത് അഭിപ്രായങ്ങൾ മാറ്റി പറയുന്നതിന് ബുദ്ധിമുട്ടില്ലാത്ത ആളായതുകൊണ്ടും നല്ല തൊലിക്കെട്ടിയുള്ള ആളായതുകൊണ്ടും ഇതൊന്നും ഒരു പ്രശ്നമല്ല. പുള്ളി ഇതൊക്കെ വളരെ തമാശയായിട്ട് ഫേസ് ചെയ്യും. ഇപ്പോൾ ഒരു ദിവസം താരിഫ് പുള്ളി ഏർപ്പെടുത്തും, പിന്നെ പിറ്റത്തെ ദിവസം അത് പിൻവലിക്കും. ഒരു ബഫൂൺ ടൈപ്പ് സ്വഭാവം അദ്ദേഹം പ്രദർശിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ഞാൻ അദ്ദേഹത്തെ ബഫൂൺ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന അതിബുദ്ധിമാനായ മനുഷ്യനാണ്, പൊളിറ്റീഷ്യനാണ്, ടാക്ടീഷ്യനാണ്. പക്ഷേ എങ്കിൽ പോലും പല എടുത്തുചാട്ടങ്ങളും അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടാവുന്നു. ഈ താരിഫിനെയൊക്കെ സംബന്ധിച്ച് സാമ്പത്തിക വിദഗ്ധരുമായി വേണ്ട വിധം ആലോചിക്കാതെ അതിൻ്റെ അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം ലോകത്തിലെ വ്യാപാരം നിയന്ത്രിക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിൽപ്പെടുന്ന രാജ്യമാണ്. അപ്പം അവര് ഒരുപാട് പേരെ ഡിപ്പെൻഡ് ചെയ്തും ഒരുപാട് പേര് അവരെ ഡിപ്പെൻഡ് ചെയ്തു. ഇന്റർ ഡിപ്പെൻഡൻസ് ആണ്. ഒരാൾ അമേരിക്കയെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് എല്ലാവരും ജീവിക്കുന്ന ഒരു കാര്യമല്ല. അമേരിക്കയും ഒരുപാട് പേരെ ഒരുപാട് കാര്യങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം അദ്ദേഹത്തിൻ്റെ ഈ തൊഴിലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കും ഇതേ തിരിച്ചടി ഇദ്ദേഹം പിന്നീട് പതുക്കെ ഇദ്ദേഹം നേരിട്ട് വരും. അദ്ദേഹത്തിന് ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു ഈ അനധികൃത കുടിയേറ്റക്കാരെ ഒഴിവാക്കുന്നത്. അത് ശരിയാക്കാൻ വേണ്ടി ഇപ്പോൾ ലോസ് ആഞ്ചലസിൽ നടക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ പത്രങ്ങളിൽ കാണുന്നത് അത്ര ഗൗരവമുള്ള സംഗതിയൊന്നുമല്ല. വാസ്തവത്തിൽ ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കൻസ് തമ്മിലുള്ള ഒരു ഗുസ്തിയാണോ പ്രധാനമായിട്ട് കാണുന്നത്. കാരണം കാലിഫോർണിയ ഭരിക്കുന്നത് ഡെമോക്രാറ്റുകളാണ്. കാലിഫോർണിയ സ്റ്റേറ്റിലുള്ളത് ഡെമോക്രാറ്റിക് ഗവൺമെന്റാണ്. അമേരിക്കയിലെ ഫെഡറൽ ഗവൺമെന്റ് എന്ന് പറയുന്നത്, അതായത് അമേരിക്കയുടെ കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറയുന്ന ഫെഡറൽ സിസ്റ്റത്തിലെ കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറയുന്ന സാധനം അത് റിപ്പബ്ലിക്കൻസിൻ്റെതാണ്, ട്രംപിൻ്റെതാണ്. അപ്പം ഇവർ തമ്മിലുള്ള ഒരു പൊളിറ്റിക്കൽ സ്ട്രഗിളും കൂടി അതിനകത്തുണ്ട്. അപ്പം കാലിഫോർണിയ സ്റ്റേറ്റിന്റെ തലസ്ഥാനമാണ് ലോസ് ആഞ്ചലസ്. അപ്പോൾ ലോസ് ആഞ്ചലസിലെ അനധികൃത കുടിയേറ്റക്കാരെ തെരഞ്ഞു പിടിക്കാൻ വേണ്ടി ട്രംപ് ഫെഡറൽ പോലീസിനെ ഉപയോഗിച്ചു എന്നുള്ളതാണ് വാസ്തവത്തിൽ അവിടുത്തെ മൂല്യമുള്ള വാർത്ത എന്ന് പറയുന്നത്. അപ്പോൾ കേന്ദ്ര സംസ്ഥാന ഇടപെടലുകളെ സംബന്ധിച്ചുള്ള ഒരു സംഗതിയാണ്. നമ്മളുടെ ഇവിടുത്തെ പോലത്തെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ അവിടെ നിയമത്തിൽ കുറച്ച് വ്യത്യാസമുണ്ട്. എങ്കിൽ പോലും അവിടെ കേന്ദ്രത്തിന് ഇടപെടാം. അപ്പോൾ അവർ ഫെഡറൽ പോലീസിനെ സ്റ്റേറ്റിന്റെ അനുവാദമില്ലാതെ വിട്ടു എന്നുള്ളതാണ് വാസ്തവത്തിൽ അവിടുത്തെ തർക്ക വിഷയം. അനധികൃത തൊഴിലെന്ന് പറയുന്നത് ഏകദേശം അവിടെയുള്ള 1/3 ആളുകളും, മൊത്തം ജനസംഖ്യയുടെ 1/3 ആളുകളും അനധികൃത കുടിയേറ്റക്കാരാണ് എന്നാണ് പറയുന്നത് കാലിഫോർണിയ സ്റ്റേറ്റിൽ. അപ്പോൾ അതിന്റെ ഒരു നമ്പർ നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. റീസൺ വളരെ സിമ്പിളാണ്. അമേരിക്കയിലെ ഒരു അമേരിക്കൻ സിറ്റിസൺ ജോലി ചെയ്യുമ്പോൾ അത് രേഖ ഉപയോഗിച്ച് തന്നെയാണ് ജോലി ചെയ്യുക. അങ്ങനെ രേഖ ഉപയോഗിച്ച് ജോലി ചെയ്യുമ്പോൾ $15 മുതൽ $20 വരെയാണ് ഒരു മണിക്കൂറിന്റെ റെമ്യൂണറേഷൻ എന്ന് പറയുന്നത്. അത് സ്റ്റേറ്റ് വൈസ് വ്യത്യാസമുണ്ട്, ഒരു സ്റ്റേറ്റിൽ തന്നെ പ്രദേശങ്ങൾക്ക് വ്യത്യാസമുണ്ട്. എന്തായാലും ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള താരിഫുണ്ട്. ആ താരിഫിൽ കുറഞ്ഞ സാലറി ഒരാൾക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പം ഏറ്റവും ചുരുങ്ങിയത് $15 അല്ലെങ്കിൽ $20, മാക്സിമം $20 വരെയാണ് പെർ അവർ ഒരു ജോലിക്ക്. എന്ത് ജോലിയാണെങ്കിലും ഇറസ്പെക്റ്റീവ് ഓഫ് ദി ടൈപ്പ് ഓഫ് ജോബ്, ഒരു അവറിന്റെ വില, ഒരു അവർ മനുഷ്യ സേവനത്തിന്റെ വില അത്രയുണ്ട്. അപ്പം അത് ഇറ്റ് ഈസ് ടു കോസ്റ്റ്ലി. അങ്ങനെ വരുമ്പോൾ അത് അഫോർഡബിൾ അല്ലാതെ വരുമ്പോൾ ചീപ്പ് ലേബർ ആളുകൾ അന്വേഷിക്കും. അങ്ങനെ ചീപ്പ് ലേബർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ അനധികൃത കുടിയേറ്റക്കാർ ചെയ്യുന്നത്. അപ്പം അവർ ഒരു $8 $7 ഒക്കെ പെർ അവർ വെച്ച് വർക്ക് ചെയ്യാൻ തയ്യാറാണ്. അപ്പം അങ്ങനെയുള്ളവരെ സ്വാഭാവികമായിട്ടും നാട്ടുകാർ സെലക്ട് ചെയ്യും, അവരെ പ്രൊട്ടക്ട് ചെയ്യും. കാരണം ചീപ്പ് ലേബർ അവർക്ക് ലഭിക്കുന്നതാണ്. അപ്പം അതാണ് ഇതിന്റെ പുറകിലുള്ള സംഗതി. അപ്പം അങ്ങനെ ഈ അനധികൃത കുടിയേറ്റക്കാരെന്ന് പറയുന്ന ആളുകളെ ഓരോന്നിനെയായിട്ട് പെറുക്കിയെടുത്ത് പുറത്തുകൊണ്ട് കളയുന്നു എന്നതാണ് ട്രംപ് ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് ട്രംപ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം ഇത്രേ ഉള്ളൂ. ഈ $7 $8 അനധികൃത കുടിയേറ്റക്കാരുടെ ലേബർ അവൈലബിൾ ആയിരിക്കുമ്പോൾ അമേരിക്കൻ സിറ്റിസൺസിന് ജോലി കിട്ടുന്നില്ല. അപ്പൊ അവിടെ സാധാരണയായിട്ടുള്ള കോളേജിൽ പോകുന്ന വിദ്യാർത്ഥികളൊക്കെയാണ് അവർ ജോലി ചെയ്യാൻ പോകുന്നത്. അപ്പൊ അവരുടെ തൊഴിലവസരങ്ങൾ വല്ലാതെ കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ് ഈ അനധികൃത കുടിയേറ്റക്കാരെ പിടിച്ചു പുറത്താക്കാനുള്ള ട്രംപിന്റെ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ട്രംപ് ഈസ് ബിക്കമിങ് മോർ പോപ്പുലർ അമംഗ് വോട്ടേഴ്സ്. ഈ വോട്ട് ചെയ്യാൻ അവിടുത്തുകാരാണല്ലോ വോട്ട് ചെയ്യുക, അമേരിക്കൻ സിറ്റിസൺസ് ആണല്ലോ വോട്ട് ചെയ്യുക. അപ്പൊ അമേരിക്കൻ സിറ്റിസൺസിന്റെ ഇടയിൽ ഹി ഈസ് ബിക്കമിങ് മോർ പോപ്പുലർ ബൈ ഈ ആളുകളെ പുറത്താക്കി വഴി കൂടുതൽ പോപ്പുലർ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞു തുടങ്ങിയ വിഷയം ഇതായിരുന്നില്ല, ഈ താരിഫുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമായിരുന്നു. അപ്പോൾ ചൈനയുമായിട്ടുള്ള ഈ താരിഫ് എന്തുകൊണ്ട് ട്രംപ് വേണ്ടെന്ന് വെച്ചു, അതിന്റെ വളരെ ക്രൂഷ്യലായിട്ടൊരു ഇഷ്യൂ. ഇന്ന് ലോകം മുഴുവൻ ഇലക്ട്രിക് വെഹിക്കിളിലേക്ക് EVയിലേക്ക് ചേഞ്ച് ചെയ്യുകയാണ്. അതിന്റെ റീസണൊക്കെ നമുക്ക് അറിയുന്നതാണ്.
സാധാരണ ഫോസൽ ഫ്യൂവൽസ്, അതായത് പെട്രോളിയം ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പൊല്യൂഷൻ അത് താങ്ങാനാവുന്നില്ല എന്നുള്ളത് നമ്മൾ തന്നെ സാക്ഷികൾ. കാരണം ഇപ്പം നമ്മളുടെ കാലവർഷം തുടങ്ങിയത് മെയ് മാസത്തിലാണ്. ജൂൺ 1 തുടങ്ങേണ്ട കാലവർഷം മെയ് 1 തന്നെ ഭയങ്കര ഹാക്ടിക് റെയിൻ ആയിരുന്നു ഇവിടെ. അതിന്റെ റീസൺ ഗ്ലോബൽ വാർമിംഗ് ആണ്. ചൂട് കടൽ വെള്ളത്തെ വല്ലാതെ ആവിയാക്കുന്നതിന്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആണ് നമ്മളാക്കേണ്ട മഴ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാട്ടുതീയായിട്ടും കൊടുങ്കാറ്റായിട്ടും ചുഴലിക്കാറ്റായിട്ടും ഒക്കെ എല്ലാവരും ഈ ഗ്ലോബൽ വാർമിങ്ങിന്റെ ഇഫക്റ്റ് അനുഭവിക്കുന്നത് കൊണ്ട് ഫോസൽ ഫ്യൂവൽസ് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ വളരെ വേഗം ഔട്ട്ഡേറ്റഡ് ആവുകയാണ്. അത് ഒഴിവാക്കേണ്ടതാണെന്നുള്ളൊരു ബോധം മനുഷ്യർക്കുണ്ട്. പെട്ടെന്ന് ഇലക്ട്രിക്കൽ വെഹിക്കിളുകളിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യുകയാണ്. അപ്പൊ ഈ ഇലക്ട്രിക്കൽ വെഹിക്കിളിനകത്ത് ബാറ്ററിയാണുള്ളത്. ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി ഇലക്ട്രിസിറ്റി ആവശ്യമുണ്ട്. ഇലക്ട്രിസിറ്റി എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും? ഇപ്പൊ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സൂത്ര വഴികളൊന്നും പുതുതായിട്ട് കണ്ടുപിടിച്ചിട്ടില്ല. കൂടുതൽ ഇലക്ട്രിസിറ്റി അപ്പം ആകെ നമ്മളുടെ ഇപ്പോൾ ഉള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ആറ്റോമിക് സൊല്യൂഷൻ തന്നെയാണ്. അപ്പൊ കൂടുതൽ ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ സ്ഥാപിച്ചുകൊണ്ട് കൂടുതൽ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്ത് ഈ ഇലക്ട്രിക് കാറുകൾ പ്രൊപ്പൽ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഓൾട്ടർനേറ്റീവ്. കൂടാതെ സോളാർ എനർജിയും വിൻഡ് എനർജിയും ടൈഡ് എനർജിയും എന്നൊക്കെ പറയുന്നത് നാച്ചുറൽ വളരെ ക്ലീൻ ആയിട്ടുള്ള എനർജി സോഴ്സുകളുണ്ട്. അത് ഒരുപാട് ടാപ്പ് ചെയ്യുന്നുണ്ട്. സോളാർ എനർജിയൊക്കെ നമ്മൾ ഇന്ത്യയിലൊക്കെ ഭയങ്കരമായിട്ട് ടാപ്പ് ചെയ്യുന്നുണ്ട്. എന്നാലും ശരി, വെസ്റ്റേൺ കൺട്രീസിലൊക്കെ വളരെ കൂടുതൽ ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പ്ലാൻ എടുത്തുണ്ട്, പ്രത്യേകിച്ചും ഈ US അപ്പൊ ഈ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്ത് ബാറ്ററി റീചാർജ് ചെയ്ത് കാർ ഓടിക്കുക എന്നുള്ള സംവിധാനം. അപ്പൊ ബാറ്ററി എന്നുള്ളത് ഇതിനകത്ത് ഏറ്റവും കീ ആയിട്ടുള്ള സംഗതിയാണ്. അതുപോലെ മോട്ടോഴ്സ്, കാറിനകത്ത് ഇലക്ട്രിക് മോട്ടോറുകൾ ആവശ്യമുണ്ട്. ഇലക്ട്രിസിറ്റി കൊണ്ട് പ്രവർത്തിക്കുന്ന മോട്ടോറുകൾ ആവശ്യമുണ്ട്. ഈ ഇലക്ട്രിസിറ്റി കൊണ്ട് പ്രവർത്തിക്കുന്ന മോട്ടോറുകൾ ഉണ്ടാക്കാൻ വേണ്ടി മാഗ്നറ്റ്സ് വേണം, കാന്തങ്ങൾ എന്ന് പറയും, മാഗ്നറ്റ്സ് ആവശ്യമുണ്ട്. അങ്ങനെ മാഗ്നറ്റ്സ് നിർമ്മിക്കാൻ ആവശ്യമായ നിയോഡൈമിയം, പ്രസിയോഡൈമിയം, ഡിസ്പ്രോസിയം എന്നൊക്കെ പറയുന്നത് നിയോഡൈമിയാണ് അതിന്റെ അടിസ്ഥാന മെറ്റീരിയൽ എന്ന് പറയുന്നത്. പിന്നെ അതിനോട് കൂടെ ഡിസ്പ്രോസിയം എന്ന് പറയുന്ന ഒരു ഇതെല്ലാം ലാന്തനൈഡ്സ് എന്ന് പറയുന്ന നമ്മളുടെ പീരിയോഡിക് ടേബിൾ ലാന്തനൈഡ്സ് എന്ന് പറയുന്ന കാറ്റഗറി പെടുന്നതാണ്. ഇതിനെ റയർ എർത്ത് എന്നാണ് ജനറൽ ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നത്. ഒരു ലെമൻ ലാംഗ്വേജിൽ റയർ എർത്ത് എന്ന് വിളിക്കും. അത് ഞങ്ങൾ കെമിസ്ട്രി എക്സ്പേർട്സ് ആയിട്ടുള്ള ലാന്തനൈഡ്സ് എന്ന് വിളിക്കും. അപ്പൊ ഈ റയർ എർത്ത് ഉള്ളത് മുഴുവൻ ഇന്ന് അതിന്റെ മൊണപ്പൊളി ചൈനയ്ക്കാണ്. മൊത്തം റയർ എർത്ത്സിന്റെ 70% പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചൈനയാണ്. ഒരു 15% താഴെ മാത്രമാണ് അമേരിക്ക ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബാക്കി പിന്നെ ബർമയുണ്ട്, ഓസ്ട്രേലിയ ഉണ്ട്, റഷ്യയുണ്ട്, ബ്രസീലുണ്ട്, ഇന്ത്യയുമുണ്ട് ചെറിയ തോതിൽ. എന്നാലും 70% പ്രൊഡക്ഷനും ചൈനയിലാണ്. അപ്പൊ ഇലക്ട്രിക് വെഹിക്കിൾ എന്ന് പറയുന്നത് ലോകത്ത് എല്ലായിടത്തും ഉപയോഗിക്കുന്നതാണ്, ഇന്ത്യയിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പം ധാരാളമായിട്ട് ഈ നിയോഡൈമിയം എന്ന് പറയുന്ന സാധനം ഇറക്കുമതി ചെയ്യാൻ എല്ലാ രാജ്യങ്ങളും നിർബന്ധിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ അമേരിക്ക താരിഫ് പ്രഖ്യാപിച്ചപ്പം റയർ എർത്തിന്റെ എക്സ്പോർട്ട് ചൈന അങ്ങോട്ട് നിർത്തി. ഇന്ത്യക്കും തരില്ല എന്ന് പറഞ്ഞാൽ അമേരിക്കയും തരില്ല എന്ന് പറഞ്ഞു. ഇന്ത്യയുടെ പ്രശ്നം ഇതുവരെ തീർന്നിട്ടില്ല. അമേരിക്കയുടെ പ്രശ്നം, അമേരിക്ക അവസാനം ഈ താരിഫ് പ്രശ്നത്തിൽ ഇവർ 2 ദിവസം ചർച്ച ചെയ്ത് അവസാനം പിന്നെ റയർ എർത്ത് കൊടുക്കാമെന്ന് ചൈന സമ്മതിച്ചു, താരിഫ് പിൻവലിക്കാമെന്ന് അമേരിക്കയും സമ്മതിച്ചു. ഇന്ത്യയുടെ പ്രശ്നം തീർന്നിട്ടില്ല കേട്ടോ. ഇന്ത്യക്ക് റയർ എർത്ത് ഇല്ലാന്ന് പറഞ്ഞ് ചൈന കണ്ടുപിടി കാണിച്ചിട്ടുണ്ട്. അതിന്റെ ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പൊ ഈ റയർ എർത്ത്സ് കിട്ടിയില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ ഇലക്ട്രിക് കാറുകൾ പുറത്തിറങ്ങൂല. ഇലക്ട്രിക് കാറിന്റെ മോട്ടോറിന് വേണ്ടി മാത്രമല്ല ഇത് ഉപയോഗിക്കുന്നത്. ഇലക്ട്രിക് കാറിന്റെ പിന്നെ ഈവൻ വൈപ്പർ മോട്ടോർ ഉണ്ടാക്കാൻ വരെ വേണ്ടി ഇത് ഉപയോഗിക്കുന്നുണ്ട്. ദെൻ പവർ ബ്രേക്കിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, പവർ സ്റ്റിയറിംഗിന് വേണ്ടി ഉപയോഗിക്കുന്നു. എല്ലാം മാഗ്നറ്റ് കൊണ്ടാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ പവർ സ്റ്റിയറിംഗ്, പവർ ബ്രേക്ക്, ഈവൻ വിൻഡ് സ്ക്രീൻ വൈപ്പർ, ഇതിന്റെ എല്ലാം മോട്ടോറുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഈ നിയോഡൈമിയം എന്ന് പറയുന്ന റയർ എർത്ത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഇതിന്റെ ഒരു മൊണോപ്പൊളി വെച്ചുകൊണ്ട് ചൈന ഇന്ന് ലോക മാർക്കറ്റിനെ നിയന്ത്രിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അങ്ങനത്തെ സാധനങ്ങൾ കയ്യിലുള്ളവർ ഭയങ്കര മിടുക്കന്മാരാണ്. അവർ വിചാരിക്കുന്ന കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ചൈന വിചാരിക്കുന്നതിന് ആ കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റുന്നത് ഈ പറയുന്ന നിയോഡൈമിയം. പക്ഷെ ഇതിന് വേറൊരു വശമുണ്ട്. മാഗ്നറ്റ്സ് 2-3 തരത്തിലുള്ള മാഗ്നറ്റ്സ് ഉണ്ട്. ഈ നിയോഡൈമിയം ഉപയോഗിച്ചുള്ള മാഗ്നറ്റുകൾ മാത്രമല്ല പിന്നെ ഉള്ളത്. അത് പെർമനന്റ് മാഗ്നറ്റ് എന്ന് പറയുന്ന കാറ്റഗറി പെടുന്നത് പെർമനന്റ് മാഗ്നറ്റ്സ് ആണ്. ഇൻഡക്ഷൻ മോട്ടോഴ്സ് എന്ന സാധനമാണ് നമ്മൾ ഫാനില് മിക്സിയിലൊക്കെ ഉപയോഗിക്കുന്നത്. ഇൻഡക്ഷൻ മോട്ടോർ എന്ന് പറയുന്ന സാധനമാണ്. അത് ഉപയോഗിച്ചുള്ള വാഹനങ്ങളുണ്ട്. വാഹനങ്ങളുടെ മൊത്തം വാഹനങ്ങളിൽ ഏകദേശം 77% ഈ പറയുന്ന നിയോഡൈമിയം ഉപയോഗിച്ചുള്ള പെർമനന്റ് മാഗ്നറ്റുകൾ ഉപയോഗിച്ചുള്ള മോട്ടോറുകൾ കൊണ്ട് റൺ ചെയ്യുന്നതാണ്. ഒരു 17% ഇൻഡക്ഷൻ മോട്ടോഴ്സ് ഉപയോഗിക്കുന്നവയാണ്. ഒരു 6% സ്വിച്ച്ഡ് റിലക്റ്റൻസ് മോട്ടോർ എന്ന് പറയും. അത് സിലിക്കൺ സ്റ്റീൽ മോട്ടോറുകളാണ്. അതിനകത്ത് ഈ ഇൻഡക്ഷൻ മോട്ടോറിൽ ഉപയോഗിക്കുന്നത് കോപ്പർ അല്ലെങ്കിൽ അലുമിനിയം വയറുകൾ വൈൻഡ് ചെയ്തിട്ടാണ് ഈ ഇൻഡക്ഷൻ മോട്ടോർ ഉണ്ടാക്കുന്നത്. അവിടെ നിയോഡൈമിയത്തിന്റെ ആവശ്യമില്ല.
ഇനി സ്വിച്ച്ഡ് റിലക്റ്റൻസ് മോട്ടോർ എന്ന് പറയുന്നത് അത് സിലിക്കൺ സ്റ്റീലാണ്. അതിനകത്ത് കോപ്പറും ആവശ്യമില്ല, നിയോഡൈമയും ആവശ്യമില്ല. ഈ പെർമനന്റ് മാഗ്നറ്റ് എന്ന് പറയുന്ന സാധനത്തിനാണ് ഈ നിയോഡൈമത്തിന്റെ ആവശ്യമുള്ളത്. പക്ഷേ ഈ നിയോഡൈമം ഉപയോഗിച്ചുള്ള പെർമനന്റ് മാഗ്നറ്റുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഭയങ്കര മാഗ്നറ്റിക് സ്ട്രെങ്ത് ആണ്, ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള മാഗ്നറ്റുകളാണ്. കൂടാതെ അതിന് ഹീറ്റ് റെസിസ്റ്റൻസ് ഉണ്ട്. ഹീറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ വണ്ടി ഓടുമ്പോൾ ചൂടുണ്ടാവുമല്ലോ. അപ്പൊ ചൂട് മാറുന്നതിനനുസരിച്ച് മാഗ്നറ്റിന്റെ എഫിഷ്യൻസിയിൽ വ്യത്യാസം വരും. ആ എഫിഷ്യൻസിയിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഈ നിയോഡൈമിയത്തിന്റെ പെർമനന്റ് മാഗ്നറ്റുകൾക്ക് വളരെ കുറവാണ്. വേറെ ഒന്ന്, അതിന്റെ സൈസ് വളരെ കോമ്പാക്റ്റ് ആണ്. ഇപ്പം ഒരു വണ്ടി ഉണ്ടാക്കുന്ന സമയത്ത് സൈസ് ചെറുതാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സോ സൈസ് ഇസ് വെരി കോമ്പാക്ട്, ടെമ്പറേച്ചർ സ്റ്റെബിലിറ്റി, കൂടാതെ ലോങ് യൂസേജ്. അപ്പൊ ഈ പെർമനന്റ് മാഗ്നറ്റുകളെ, നിയോഡൈമിയം ബേസ്ഡ് ആയിട്ടുള്ള പെർമനന്റ് മാഗ്നറ്റുകളെ ഒരു തരത്തിലും കോമ്പീറ്റ് ചെയ്യാൻ മറ്റേ മാഗ്നറ്റുകൾ സാധിക്കില്ല. അതുകൊണ്ടാണ് ഈ 77% ഇലക്ട്രിക്കൽ വെഹിക്കിൾസിലും ഈ നിയോഡൈമിയം ഉപയോഗിച്ചുള്ള മാഗ്നറ്റ്സ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ റെയർ എർത്ത് എന്ന് പറയുന്ന സാധനം അതിന്റെ ഉൽപാദനം അങ്ങേയറ്റം പൊള്യൂട്ടിംഗ് ആണ്. അത് പിന്നെ ഈ നിയോഡൈമിയം പോലെയുള്ള റെയർ എർത്തുകളുടെ കൂട്ടത്തിൽ മൈൻ ചെയ്ത് വരുമ്പം അതായത് ട്രേസസ് ഓഫ് റേഡിയോ ആക്റ്റീവ് തോറിയം ഉണ്ടാവും. അപ്പൊ തോറിയം എന്ന് പറയുന്നത് ദാറ്റ് ഇസ് അനദർ മെറ്റൽ. തോറിയത്തിന്റെ ചില ഐസോടോപ്പുകൾ റേഡിയോ ആക്റ്റീവ് ആണ്. എന്ന് പറഞ്ഞാൽ ആറ്റമിക് ബോംബ് ഉണ്ടാക്കാൻ പറ്റുന്ന റേഡിയോ ആക്ടിവിറ്റി അല്ല, പക്ഷെ മനുഷ്യന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന റേഡിയോ ആക്ടിവിറ്റി നമ്മുടെ കൊല്ലം ചവറ മണലിനകത്തൊക്കെയുള്ള റേഡിയോ ആക്റ്റീവ് തോറിയം പോലെ തന്നെ ഈ നിയോഡൈമിയത്തിന്റെ മാഗ്നറ്റിന്റെ ഈ മെറ്റീരിയൽ, ഇതിന്റെ ഓറിനകത്ത് റേഡിയോ ആക്റ്റീവ് തോറിയം ഉണ്ട്. ഒന്നാമത്തെ വിഷയം. രണ്ട്, കാർസിനോജനിക് ആയിട്ടുള്ള ഡിഫറെന്റ് കെമിക്കൽസ് ഉപയോഗിച്ചിട്ടാണ് ഇതിന്റെ മെറ്റലർജി ഇത് പ്യൂരിഫൈ ചെയ്യുന്നത്. അമോണിയ, ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫേറ്റ്സ്, ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇതിന്റെ മെറ്റലർജി വരുന്നത്. അതായത് 1 ടൺ നിയോഡൈമിയം അല്ലെങ്കിൽ റെയർ എർത്ത് നമ്മൾ പ്യൂരിഫൈ ചെയ്തെടുക്കുമ്പം 2000 ടൺ കാർസിനോജനിക് പൊള്യൂട്ടൻസ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ നമ്മളിവിടെ കാർബൺ ഡൈ ഓക്സൈഡിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഫോസിൽ ഫ്യൂവൽസ് നമ്മൾ ഓടുന്നത്. അപ്പം അങ്ങനെ ഫോസിൽ ഫ്യൂവൽസ് ഓടുന്ന സമയത്ത് ഈ പറയുന്ന സാധനം, ഈ റെയർ എർത്ത് മാഗ്നറ്റുകൾ ഉപയോഗിച്ചിട്ടാണ് കാർ ഓടിക്കുന്നത്. അപ്പൊ ആ മാഗ്നറ്റുകൾ ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽ ഉണ്ടാക്കാൻ 1 ടൺ ജനറേറ്റ് ചെയ്യുമ്പം 2000 ടൺ കാർസിനോജനിക് പൊള്യൂവൻസ് അന്തരീക്ഷത്തിലേക്ക് അല്ലെങ്കിൽ വാട്ടർ ബോഡിയിലേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പൊ ഒരു പിശാചിനെ പേടിച്ച് ചെല്ലുമ്പോൾ അതിന്റെ ഇരട്ടി വലിപ്പമുള്ള പിശാച് അപ്പുറത്ത് ഇരിപ്പുണ്ടെന്ന് മനസ്സിലാക്കണം. അപ്പം ഈ പൊല്യൂഷൻ പൂർണ്ണമായിട്ട് നമ്മൾ ഒഴിവാക്കിയിട്ടാണ് ഇലക്ട്രിക്കൽ വെഹിക്കിളിലേക്ക് മാറുന്നതെന്ന് വിചാരിക്കും. ഇലക്ട്രിക്കൽ വെഹിക്കിൾ ഓടുമ്പോൾ പൊല്യൂഷൻ ഉണ്ടാവുന്നില്ല എന്നേ ഉള്ളൂ. ഇലക്ട്രിക്കൽ വെഹിക്കിളിന്റെ പ്രൊഡക്ഷനിൽ ഭയങ്കരമായിട്ടുള്ള പൊല്യൂഷൻ സംഭവിക്കുന്നുണ്ട്. ഇതിന്റെ ബാറ്ററിക്കകത്തുള്ള മെറ്റീരിയൽസും ഇതുപോലെ തന്നെ ലിത്തിയം പോലത്തെ സാധനമൊക്കെയാണ്. അതൊക്കെ ഉണ്ടാക്കുമ്പോഴും ഇതേമാതിരിയുള്ള ഭയങ്കര ഹെവി പൊല്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. ഇനി ഇതിന്റെ നാച്ചുറൽ റിസോഴ്സ് എന്ന് പറയുന്നത് എവിടെ? ഇതിന്റെ ഓറ് ഇപ്പം കണ്ടുപിടിക്കപ്പെട്ടുള്ളത് അനുസരിച്ച് അതിന് 40% ഉള്ളത് ചൈനയിൽ തന്നെയാണ്. പിന്നെ അതിന്റെ ഓറുള്ളത് US-ലാണ്, റഷ്യയിലുണ്ട്, ബ്രസീലിലുണ്ട്, ഇന്ത്യയിലുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ ഇതിന്റെ ഡെപ്പോസിറ്റുകളുണ്ട്. പക്ഷെ ഇത് ഓറ മൈൻ ചെയ്തെടുക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ട് പിടിച്ച പരിപാടിയാണ്. അപ്പൊ ചൈന ഇതിങ്ങനെ വല്ലാതെ മൊണോപ്പൊളൈസ് ചെയ്തതിന്റെ പേരിൽ അമേരിക്ക അവരുടെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടി കാലിഫോർണിയയിലും ടെക്സസിലും ഒക്കെ ഭയങ്കരമായ തോതിൽ മൈനിങ് കൂട്ടുകയും പിന്നെ ഇതിന്റെ പ്രൊഡക്ഷൻ കൂട്ടുകയും മെറ്റലർജി കൂട്ടുകയും മെറ്റൽ എക്സ്ട്രാക്ഷൻ വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഭയങ്കര കോസ്റ്റാണ്. അവരതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് $2 ട്രില്യൺ അമേരിക്ക $2 ട്രില്യൺ. $2 ട്രില്യൺ എന്ന് പറഞ്ഞാൽ പിന്നെ ഇത് മില്യൺ, ബില്യൺ, ട്രില്യൺ. മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം, ബില്യൺ എന്ന് പറയുമ്പം 1000 × 10 ലക്ഷം എന്ന് പറഞ്ഞാൽ 100 കോടി. ഇനി ട്രില്യൺ എന്ന് പറഞ്ഞാൽ അതിന്റെ 1000 ഇരട്ടി എന്ന് പറഞ്ഞാൽ 100 കോടിയുടെ 1000 ഇരട്ടി എന്ന് പറയുമ്പം 1 ലക്ഷം കോടി, $1 ലക്ഷം. അപ്പൊ $2 ലക്ഷം കോടി അമേരിക്ക ഈ റെയർ എർത്ത് ഇൻഡസ്ട്രിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കണം. ചൈന അതിന്റെ ഇരട്ടിയാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന്റെ രണ്ടുപേരും തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ നമുക്ക് മനസ്സിലാക്കണം. അപ്പൊ ഇത് ഇൻവെസ്റ്റ് ചെയ്താൽ പോലും ഒത്തിരി വർഷങ്ങൾ കൊണ്ട് മാത്രമേ അമേരിക്കയ്ക്ക് ഈ ചൈനയുടെ ഒപ്പം എത്താൻ പറ്റുള്ളൂ. എന്നാലും ചൈനയുടെ ഒപ്പം എത്താൻ പറ്റില്ല. കാരണം ഈ ഇത്തരം ഇൻഡസ്ട്രികൾ ഓടണമെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള മാൻ പവർ വേണം. ഈ അമേരിക്കയ്ക്ക് എവിടെ മാൻ പവർ? ഇപ്പൊ ഇവര് ഉള്ളവരെ കൂടെ തല്ലിയോടിക്കാൻ നോക്കുകയാണ്. ഈ പറഞ്ഞ ചീപ്പ് ലേബർ ലഭിക്കുന്ന ആളുകളെ കൂടെ തല്ലിയോടിക്കാൻ നോക്കുകയാണ്. പിന്നെ ആര് മൈൻ ചെയ്യും? ചൈനയിലെ മനുഷ്യന്മാർക്ക് കിടക്കാൻ ഇഷ്ടം പോലെ. അപ്പൊ അവരുടെ മാൻ പവറുമായിട്ട് ഒരു തരത്തിലും മാച്ച് ചെയ്യാൻ അമേരിക്ക സാധിക്കില്ല. അപ്പൊ ഇത്തരം മേഖലകളിലൊന്നും കോമ്പീറ്റ് ചെയ്യാൻ അമേരിക്ക കൊണ്ട് സാധിക്കില്ല. അപ്പൊ ഇതൊരു അവസാന വാക്കൊന്നുമല്ല കേട്ടോ. കാരണം ഈ പറയുന്ന മാഗ്നറ്റുകൾ ഉണ്ടാക്കാൻ നാളെ വേറൊരു മെറ്റൽ ചിലപ്പോൾ കണ്ടുപിടിച്ചു വരാം. ഇതിനെ കഴിഞ്ഞ് മെച്ചപ്പെട്ട മാഗ്നറ്റുകൾ ആളുകൾ പ്രൊഡ്യൂസ് ചെയ്തെന്ന് വരാം, വേറെ മെറ്റൽ ഉപയോഗിച്ചു. നാളെ ഇതിന്റെ മോണോപ്പൊളി ചൈനയുടെ ഭാഗത്ത് തകർന്നു വീണെന്ന് വരാം. ഏതെങ്കിലും ഒരു കൊച്ചു രാജ്യം ചിലപ്പം ഇതിനെ കഴിഞ്ഞ് എത്രയോ മെച്ചപ്പെട്ട മാഗ്നറ്റുമായി മുൻപോട്ട് വന്നു എന്ന് വരാം. അത് ആ മേഖലയിലൊക്കെ റിസർച്ച് നടക്കുന്നുണ്ട്. ശാസ്ത്രീയ ഗവേഷണങ്ങൾ അങ്ങനെയാണ്.
അപ്പം അത് പിന്നെ നാളെ ഇത് മാറി മറിഞ്ഞു വരില്ല എന്ന് പറയാൻ പറ്റില്ല. ബെറ്റർ മാഗ്നറ്റ്സിന് വേണ്ടിയുള്ള റിസർച്ച് വളരെ ഫാസ്റ്റായിട്ട് പല രാജ്യങ്ങളും നടക്കുന്നുണ്ട്, പല റിപ്പോർട്ടുകളും പുതുതായിട്ട് പുറത്തു വരുന്നുണ്ട്. പക്ഷെ ഇൻഡസ്ട്രിയൽ ലെവലിലേക്ക് ഇത് വളർന്നു വരുന്നത് എപ്പോഴാണെന്ന് നമുക്ക് പറയാനാവില്ല. കറണ്ട് സെനേറിയോ വെച്ച് ഓരോ വർഷവും 15% വീതം ഈ നിയോഡൈമിയത്തിന്റെ ഡിമാൻഡ് കൂടിക്കൂടി വരികയാണ്. റയർ എർത്തുകളുടെ ഡിമാൻഡ് കൂടിക്കൂടി വരികയാണ്. നിയോഡൈമിയം മാത്രമല്ല, റയർ എർത്ത് കാറ്റഗറൈസ് ചെയ്യുന്ന 10 എലമെന്റ്സ് ഉണ്ട്. അവയുടെ എല്ലാവരുടെയും ഡിമാൻഡ്സ് ഏകദേശം 15% വീതം ഓരോ വർഷവും വർദ്ധിച്ചു വരികയാണ്. പ്രധാനമായിട്ടും ഇത് ഇലക്ട്രിക് വെഹിക്കിളിന്റെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ വർധനമുണ്ടാവുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ ഈ പറയുന്ന പിന്നെ ഈ റയർ എർത്തുകളെ കുറിച്ച് ഒരു ചെറിയ ഐഡിയ തരാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്.